അപ്പോൾ ഉടനെ തന്നെ വലിയൊരു ആപത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിരിക്കുന്നു. അതായത് പുതിയ റിപ്പോർട്ടല്ല, പത്രത്തിൽ കണ്ടതാണ്. കൊച്ചിയിലെ ആൾക്കാർ ഇനി കുടിക്കാൻ പോകുന്നത് സൂയിസ് നൽകുന്ന വെള്ളമാണ്. ഓക്കെ, സൂയിസ് അതായത് ഒരു ഫോറിൻ കൺട്രിയിലെ ഒരു കരാറൊക്കെ കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. ഈ വിഡ്ഢികളായ അപ്പം ഞാൻ പറയല്ലേ, ഈ വിഡ്ഢികൾ ആ മൾട്ടിനാഷണൽ കമ്പനി ആരെന്ത് പറയുന്നു, ആരെ ഇങ്ങോട്ട് വിടുന്നു, അവരെ ആക്സെപ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇവരുടെ പെണ്ണ് വിഷയവും ഈ പറയുന്ന ഡോളേഴ്സിന് കടം മേടിച്ച വിഷയവും ഇതെല്ലാം അവർ പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഡ്ഢികൾക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, അറിവില്ലല്ലോ. 8ാം ക്ലാസ്സും 2ാം ക്ലാസ് എല്ലാം തോറ്റ ആൾക്കാരാണ് നമ്മുടെ CM ഉം PM ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ വിഡ്ഢികളെ വെച്ചുകൊണ്ട് അവർ ഏറ്റവും പെട്ടെന്ന് തന്നെ കരുക്കൾ നീക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഹോസ്പിറ്റലിൽ അവർ മേടിച്ചു അല്ലേ, ബ്ലാക്ക് സ്റ്റോണും KKR മേടിച്ച് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത് അവർ കുടിക്കുന്ന വെള്ളത്തിൽ കൊടൂരമായ വിഷമാണ് ഓൾറെഡി കലക്കുന്നത്. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. ക്ലോറിൻ, ഫ്ലൂറൈഡ്, അതോടൊപ്പം തന്നെ ഈ പറയുന്ന മെറ്റൽസും കാര്യങ്ങളെല്ലാം. അതോടൊപ്പം തന്നെ ഈ സൂയിസ് വരുന്നു. ഞാൻ പറഞ്ഞു 2030 തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് അലൈൻ ചെയ്യണം. കുടിക്കുന്നൊരു കുഞ്ഞിന്റെ മുലപ്പാലിൽ പോലും കൊടൂരമായ വിഷം കലർത്തി കഴിഞ്ഞിരിക്കുന്നു. കലർത്താൻ പോകണമെന്നല്ല, കലർത്തി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം കുടിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം അവർ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം നമ്മുടെ ടാക്സ് പണവും നമ്മുടെ ഈ അപ്പന്മാര്, വിഡ്ഢികളായ അപ്പന്മാരെയും ജുഡീഷ്യനെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ പറ്റില്ല, ആർക്കും ഇത് അറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം ഒരുപാട് വർഷങ്ങൾ മുമ്പേ തന്നെ എനിക്ക് മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. ഞാനെല്ലാം കുടിക്കുന്നത് ഭൂമിയുടെ അടിയിലെ വെള്ളമാണ്. ഓക്കെ, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഭൂമിയുടെ അടിയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഛർദ്ദിക്കും. കാരണം അതെല്ലാം ഏറ്റവും ഹൈ ആയിട്ട് പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതെല്ലാം അവർ വളരെ 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 അക്യുറേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം 2030 തന്നെ ഞാൻ പൊളിക്കുന്നതാണ്. കാരണം എന്റെ കുഞ്ഞുങ്ങളും എന്റെ ഭാവി തലമുറ ഇതുപോലത്തെ ശുദ്ധമായ ഔഷധമായ തീർത്ഥത്തിൽ കുളിക്കുമെന്ന് ഞാൻ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഓക്കെ, അതായത് ചുറ്റമായ കാടിന്റെ ഉള്ളിൽ ഭൂമിയുടെ അടിയിലേക്ക് മഴ വഴി ഇറങ്ങുന്ന വെള്ളം. ഇപ്പറത്തെ ക്ലോറിൻ, ഫ്ലൂറൈഡോ, പെരിയാറിലുള്ള ഈ അഴുക്ക് വെള്ളം ഫിൽട്ടർ ചെയ്ത് കുടിക്കേണ്ട ഗതികളൊന്നും നമുക്കില്ല. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയിലെ ആൾക്കാരാണ്. അതായത് ദൈവത്തിന്റെ സ്വന്തം രാജ്യം. അതായത് ദൈവത്തിന്റെ സ്വന്തം രാജ്യത്തിലുള്ളത് ശ്വസിക്കുന്ന പ്രാണവായുവിലും ഔഷധം, കഴിക്കുന്ന ഭക്ഷണത്തിലും ഔഷധം, ഈ കുടിക്കുന്ന വെള്ളത്തിലും ഔഷധം, നമ്മൾ ഉപയോഗിക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി കാര്യങ്ങളെല്ലാം ഔഷധം. അപ്പോൾ ഇതെല്ലാം തന്നെയാണ് റിലാക്സോസിന്റെ 20 പ്രൊജക്റ്റിലുള്ളത്. നാച്ചുറൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് ആണെങ്കിലും, റോയൽ ഹെർബൽ വാട്ടർ ആണെങ്കിലും, ക്യാൻസർ വെജി ഗാർഡൻ ആണെങ്കിലും, ക്യാൻസർ ഫ്രൂട്ടി ഗാർഡൻ ആണെങ്കിലും, എല്ലാം മിയാവാക്കി ഇൻഡോർ ജംഗിൾസ് ആണെങ്കിലും. ഇപ്പൊ എന്റെ റൂം തന്നെ ഭയങ്കര ചൂടായി തുടങ്ങി. കാരണം അതായത് മരങ്ങളെല്ലാം പോയി തുടങ്ങി. ഞാൻ ഇപ്പൊ 2ാമത് റിനോവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഭൂമിയിലുള്ള സാഹചര്യം. മരങ്ങളെല്ലാം അവർ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ട്രാപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ വിഡ്ഢികളായ ആൾക്കാർ ഇതൊന്നും തിരിച്ചറിയാതെ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലെ, സിനിമ എന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ സോൾവ് ചെയ്യുന്നതാണ് അല്ലെ. സൂയിസ് വന്നിട്ട് നമുക്ക് വെള്ളം തരേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ സ്വന്തം രാജ്യത്തിൽ ഈ പറയുന്ന സായിപ്പ്മാർ വന്നിട്ട് വെള്ളം തരേണ്ട ആവശ്യമില്ല. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലോറിൻ, ഫ്ലൂറൈഡ് എല്ലാം ഇട്ട് അല്ലെ ബാത്റൂമിൽ പോയപ്പോലും പേപ്പറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ആ ഗതികേടില്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ആ ഒരു വിഡ്ഢികളുടെ വെള്ളം നമ്മൾ കുടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം അവരുടെ ആ ഒരു വിഷം ബയോളജിക്കൽ വാറിന്റെ ഏറ്റവും പീക്കെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു മുലപ്പാലിൽ പോലും വിഷം, അതൊന്നും ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ കഴുകി മാറ്റുന്നതാണ്. അപ്പൊ അവർ ആ പദ്ധതികൾ കേട്ട് വിഡ്ഢികളായ അപ്പന്മാരെ മുമ്പിൽ നിർത്തിക്കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനി എന്തോരം പോകും നമുക്ക് നോക്കാം അല്ലെ. ഒരു സമയമാകുമ്പോൾ ഞാൻ വരുന്നതാണ്. ഓക്കെ, എന്റെ ഇൻട്രോ വരുന്നതാണ്. അപ്പൊ അതിലാവുമ്പോൾ എല്ലാം മാറുന്നതാണ്. സമസ്ത കാര്യം ഞാൻ ശുദ്ധമാകുന്നതാണ്. ഞാൻ പറഞ്ഞിട്ട് ഒരു പുതിയൊരു ആകാശവും പുതിയൊരു ഭൂമിയും അതിലെല്ലാം ശുദ്ധമായിരിക്കും, പരിശുദ്ധമായിരിക്കും.